I have a problem. Praise Lord. I have a language problem. Hallelujah. Though I belong to South, belong to Kerala, but I'm not that fluent in Malayalam. So I beg your pardon. So I may speak in Hindi and Pastor Raju will translate in Malayalam. ഞാൻ കേരളീയനാണെങ്കിലും രാജസ്ഥാനിലാണ് ജനിച്ചു വളർന്നത്. അതിനാൽ ഞാൻ എൻ്റെ ഭാഷ, എൻ്റെ സംസാര ഭാഷ ഹിന്ദിയിലാക്കുന്നു. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനായി കഥദാസൻ രാജു ആയിരിക്കുമെന്ന് പറയുന്നു. मैं सर्वप्रथम परमेश्वर को धन्यवाद देता हूं कि आज इस शाम इस आराधना में मैं यहां पर खड़ा हूं. सर्वप्रथम मैं परमेश्वर को धन्यवाद देता हूं कि आज ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കുകയാണ്. आज इस आराधना में मैं यहां पर आपके सामने हूं. और विशेष मैं परमेश्वर के दास लोगों का सबसे पहले धन्यवाद देता हूं. ब्रदर साइमन के लिए परमेश्वर का धन्यवाद. വേദിയിലായിരിക്കുന്ന കഥദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമേ ഞാൻ പാസ്റ്റർ സൈമനെ ഓർത്ത് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. मैं परमेश्वर का धन्यवाद देता हूं पास्टर पीओ अब्राहम अपचन एंड अम्मामा के लिए जो मेरे बहुत प्रेमी हैं, बहुत प्रिय हैं, वो भी आज हमारे साथ हैं. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കഥദാസൻ പാസ്റ്റർ പിഒ എബ്രഹാം ഇവിടെയുണ്ട്. ആ കഥദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. पास्टर बेबी सैम के लिए मैं परमेश्वर का धन्यवाद देता हूं. പാസ്റ്റർ പി വി സാമിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और ब्रदर थॉमस कुटी के लिए मैं परमेश्वर का धन्यवाद देता हूं. വേദിയിലായിരിക്കുന്ന കഥദാസൻ തോമസ് കുട്ടിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. अपचन के लिए मैं परमेश्वर का धन्यवाद देता हूं. നമ്മുടെ മധ്യയായിരിക്കുന്ന പ്രിയ പിതാവിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. पास्टर राजू के लिए मैं परमेश्वर का धन्यवाद देता हूं. ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. And you know, सबसे अधिक मैं धन्यवाद दूंगा ब्रदर मनोज का. ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് സഹോദരൻ മനോജിനാണ്. क्योंकि ऐसा ड्राइविंग मैंने आज तक नहीं देखा जितना ड्राइव कर कर मुझे वो लेकर आए. ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തി എന്റെ ജീവിതത്തിൽ ഞാൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. അതുപോലെയാണ് അദ്ദേഹം എറണാകുളത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് എന്നെ ഇവിടെ എത്തിച്ചത്. और सबसे अधिक हम हाथ उठाकर परमेश्वर को धन्यवाद दें जो हमारे बीच में उपस्थित है. കർത്താവിന് നന്ദി പറയേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ കരമുയർത്തി കർത്തനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്രകാരം ചിന്തിക്കുകയായിരുന്നു, ഞാൻ ഇവിടെ എന്തിനാണ് വന്നത്? पूरे दिन यात्रा कर कर 3000 किलोमीटर यात्रा कर कर क्यों प्रभु मुझे आपके सामने ഒരു लेकर ദിവസം आए? മുഴുവനും ഞാൻ യാത്ര ചെയ്ത് ഏകദേശം 3000 കിലോമീറ്റർ ദൂരം താണ്ടി ഞാൻ എന്തിനിവിടെ വന്നു? मैं ब्रदर साइमन को आज पहली बार मिल रहा हूं. ഞാൻ ആദ്യമായിട്ടാണ് കഥദാസൻ സൈമനോട് പരിചയപ്പെടുന്നത്. ग्लोबल मिनिस्ट्रीज के बारे में मुझे बहुत कुछ नहीं मालूम. ग्लोबल मिनिस्ट्री के बारे में भी मैं कुछ नहीं जानता. ग्लोबल मिनिस्ट्री എനിക്ക് ഗ്ലോബൽ മിനിസ്ട്രിയെ കുറിച്ച് ഒത്തിരി അറിയുകയില്ല. लेकिन जिस दिन मुझे पहली बार इस मीटिंग के लिए इनविटेशन आया, എങ്കിലും എന്നെ ആദ്യമായി ഈ മീറ്റിംഗിന് ഇവിടെ ക്ഷണിച്ച കർത്തദാസൻ मुझे परमेश्वर की आत्मा ने मुझे प्रेरित किया कि आपको वहां जाना है. ആ സമയത്ത് പരിശുദ്ധാത്മാവം ദൈവം എന്റെ ഹൃദയത്തിൽ പ്രകാരം ഒരു പ്രേരണ തന്നു, നീ അവിടെ പോകണമെന്ന്. और मुझे पक्का भरोसा है, ഞാൻ പൂർണ്ണമായി അതിൽ വിശ്വസിക്കുകയാണ്. परमेश्वर ने मुझे एक संदेश दिया है. നിശ്ചയമായി എന്റെ ദൈവം എനിക്കൊരു ആലോചന നിങ്ങളോട് പറയുവാനായി തന്നിരിക്കുകയാണ്. आप लोगों के लिए നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു ആലോചന ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. जब मैं उस गाड़ी से मैं ड्राइव कर कर आ रहा था, ഞാൻ ആ വാഹനത്തിൽ യാത്ര ചെയ്തു വരുമ്പോൾ कई सिटियों में मैंने पोस्टर लगे हुए देखे. ഒത്തിരിയേറെ നഗരപ്രാന്തങ്ങളിൽ നമ്മുടെ മീറ്റിംഗിനെ കുറിച്ചുള്ളതായ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. उसमें दो बातें मैंने महत्वपूर्ण रूप से देखी. അതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ വളരെ പ്രധാനമായി ശ്രദ്ധിക്കുവാനിടയായി. उसमें पहली बात थी അതിൽ ഒന്ന്, ആദ്യത്തെ കാര്യം ഇതാണ്, ആരാധനയും. और दूसरी बात थी രണ്ടാമത്തെ കാര്യം ഇതാണ്, छुटकारा. വിടുതലും. ये दोनों ही बातें इस मीटिंग में पूरी होने पाए. നിശ്ചയമായും ആ രണ്ട് കാര്യവും, ആരാധനയും വിടുതലും, ഈ മീറ്റിംഗിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഹൃദയംഗമായി വിശ്വസിക്കുന്നു. विश्वास करते हैं आप लोग? നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലോ? अगर विश्वास करोगे तो मेरे चमत्कारों को നിങ്ങൾ देखोगे. വിശ്വസിക്കുകയാണെങ്കിൽ ഇത് ദൈവത്തിന്റെ മഹത്വം വിടുതലും കാണുവാൻ സാധിക്കും. मेरी प्रार्थना है എന്റെ പ്രാർത്ഥന ഇതാകുന്നു, इन 7 दिनों में ഇന്ന് ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ परमेश्वर अपने चमत्कारों को इस भवन में ദൈവം प्रकट തന്റെ करे. അത്ഭുതങ്ങൾ നിങ്ങളുടെ മധ്യത്തിൽ ചെയ്യുവാനിടയായി. यहाँ पर बड़े बड़े चिन्ह और चमत्कार प्रकट हो जाएं. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈ बीमार लोग चंगे हो जाएं. ഒത്തിരി രോഗികൾ छुटकारे हो जाएं. വിടുതൽ നടക്കുവാനിടയായി. Praise the Lord. Praise the Lord. Hallelujah. Amen. और हर बात से बढ़कर ഇതിനെല്ലാത്തിലും ഉപരിയായി परमेश्वर के नाम को महिमा मिले. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനിടയായി. वचन कोई भी प्रचार करे,
ആരായിക്കൊള്ളട്ടെ തിരുവചനം സംസാരിക്കുന്നത്. उसका सामर्थ्य नहीं है छुटकारा, ആ വ്യക്തിയുടെ സാമർഥ്യമല്ല चाहे വിടുതല कितना भी പറയുന്നത്. बड़ा प्रचारक क्यों ना हो, ആർക്ക് വേണമെങ്കിൽ അത് എത്ര വലിയ लेकिन अगर മനുഷ്യനായി परमेश्वर का अभिषेक उसके ऊपर नहीं, ആ വ്യക്തിയുടെ മുകളിൽ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ तो उसके അഭിഷേകമില്ലെങ്കിൽ शब्द निरे खोखले हो जाएंगे. അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്നുമില്ലാത്തായി തീരുന്നു, വെറും ഒരു കവർ പോലെയായി തീരുന്നു. परमेश्वर से हम सुने. ദൈവം നിശ്ചയമായി ദൈവത്തിൽ നിന്ന് നാം Praise the കേൾക്കേണ്ടിയിരിക്കുന്നു. Lord. Praise the Lord. एलिया को आप जानते हैं, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏലിയാവിനെ അറിയാമോ? एलिया के पास में अभिषेक था. ഏലിയാവിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകമുണ്ടായിരുന്നു. അതിന്റെ 38-ാം അധ്യായത്തിൽ वहां पर एक व्यक्ति के बारे में लिखा है, അവിടെ ഒരു ആളിനെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് പ്രകാരം പറഞ്ഞിരിക്കുന്നു. हिजकिय्याह. എസെക്കിയാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. क्या हुआ? അവിടെ എന്താണ് സംഭവിച്ചത്? बीमार हो गया. അദ്ദേഹം രോഗിയായി തീർന്നു. जब हिजकिय्याह के पास यशायाह नबी आया, എസെക്കിയാവിനെ അടുത്ത് കർത്താദാസൻ एक യെശയ്യാവ് കടന്നു വന്നപ്പോൾ एक मैसेज उसके पास था. അദ്ദേഹത്തിന് ഒരു ആലോചന പറയുവാനിടയായി What തീർന്നു. was the message? ആ മെസ്സേജ് എന്തായിരുന്നു എന്ന് അറിയാമോ? You will die. ഞാൻ മരിച്ചു പോകും. तू मर जाएगा, നീ മരിച്ചു പോകും. बिल्कुल नहीं बचेगा. നീ മരിച്ചു പോകും, നീ രക്ഷപ്പെടുകയില്ല. आपको किसी को ऐसा तो नहीं लग रहा है നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നുന്നില്ലല്ലോ? कि आपके जीवन की समस्याओं के सामने अब आप नहीं बचेंगे? ആമേൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ തോന്നുന്നുവോ നിങ്ങൾ ഇനി ജീവിച്ചിരിക്കയില്ല എന്ന്? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? किसी को ऐसा लग रहा है क्या? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. मुझे मालूम है किसी के मन में ऐसा चल रहा है. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ആരുടെയോ ഹൃദയത്തിൽ അതുപോലൊരു ചിന്തയുണ്ട്. അതെനിക്ക് उनकी മനസ്സിലാകുന്നു. समस्याओं को देखकर वो कह रहे हैं, मैं कैसे एक कदम भी आगे बढ़ाऊं? ഞാൻ ആ ചിന്തകളെ നിങ്ങളുടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയട്ടെ. ഒരു ചുവട് പോലും മുമ്പോട്ട് വെപ്പാൻ എനിക്ക് കഴിയാത്ത വിധത്തിൽ ഒരു परमेश्वर का एक संदेश आया. ദൈവത്തിന്റെ ഒരു ദൂത് പ്രകാരം കടന്നു വന്നു. यशायाह नबी ആമേൻ. യെശയ്യാവിന് राजा के सामने आकर बोला, യെശയ്യാ രാജാവിന്റെ അടുക്കൽ കടന്നു ചെന്ന് तुम मर പറഞ്ഞു, जाएगा. നീ മരിച്ചു പോകും. उसने क्या किया? എന്താണ് സംഭവിച്ചത്? क्या किया उसने? ഹിസ്കിയാവ് എന്താണ് ചെയ്തത്? अपना मुंह उसने दीवार की तरफ किया, ചുവരിനോട് ചേർന്ന് ചുവരിനോട് മുഖം തിരിച്ച് रोना शुरू किया, കരയുവാനിടയായി തീർന്നു. बिलखना शुरू किया. വിലപിപ്പാനിടയായി തീർന്നു. किसके सामने? ദൈവത്തിന്റെ परमेश्वर के सामने. ദൈവത്തിന്റെ സന്നിധിയിൽ അദ്ദേഹം Praise the വിലപിക്കുവാനും Lord. കരയുവാനിടയായി Praise the Lord. Praise the Lord. നീ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞാൽ तुम परमेश्वर के सामने रोया तो ദൈവം നിന്നെ ആരുടെയും മുമ്പിൽ കരയുവാൻ സമ്മതിക്കത്തില്ല. कोई भी व्यक्ति के Praise the सामने रोने नहीं देगा. परमेश्वर के सामने अगर रोया, നീ ദൈവത്തിന്റെ മുമ്പിൽ तुझे കരയുകയാണ്. किसी के सामने रोने नहीं देगा. ആരുടെയും മുമ്പിൽ കരയുവാൻ നിന്നെ ദൈവം നീ അനുവദിക്കും. ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞില്ലെങ്കിലോ परमेश्वर के सामने नहीं रोया तो എല്ലായിടത്തും പോയി കരയേണ്ടി വരും. हर जगह में तू जाकर रोना पड़ेगा. ആര് കണ്ട അവന്റെ മുമ്പിൽ പോയി കരയും. कोई भी को देखा तो तू उधर जाकर रोना लेकिन इस पड़ेगा. हिजकिय्याह ने परमेश्वर के सामने रोना शुरू किया. എന്നാൽ ഈ ഹിസ്കിയാവ് ദൈവത്തിന്റെ മുമ്പിൽ കരയുവാനിടയായി തീർന്നു. मैं अपने विचार में ऐसा देखता हूँ. ഞാൻ എന്റെ വിചാരത്തിൽ എന്റെ ചിന്തയിൽ പ്രകാരം मान കടന്നു लो വരുന്നു. एक लेटर हिजकिय्याह के पास आ गया. ഒരു ലെറ്റർ ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ കടന്നു വന്നു. लेटर में क्या लिखा है? ആ ലെറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? बड़ा छोटा सा लेटर है. ഒരു ചെറിയ കത്താകുന്നു അത്. You will die. അതിനകത്തൊരു ചെറിയ വാചകമുണ്ട്, നീ മരിച്ചു പോകും. No argument. അവിടെ ഒരു ആർഗ്യുമെന്റും ഇല്ല. कोई क्वेश्चन इफ बट कुछ भी नहीं. तू मर जाएगा. അവിടെ ഒരു ക്വസ്റ്റിനും ഒരു ആൻസറും ഇല്ല. അവിടെ ഒരു കാര്യവുമില്ല. ഇതിൽ ഇത്ര എഴുതിയിരിക്കുന്നു, നീ മരിച്ചു പോകും. हिजकिय्याह ने वो लेटर अपने हाथ में लिया, ഹിസ്കിയാ രാജാവ് ആ കത്ത് തന്റെ കരങ്ങളിൽ എടുക്കുവാനിടയായി തീർന്നു. दीवार की तरफ मुंह किया, ചുവരിനോട് നേരെ മുഖം തിരിച്ച് रोना शुरू किया, കരയുവാനിടയായി തീർന്നു. आंसू बहाना शुरू किया. കണ്ണുനീരൊഴുക്കുവാനിടയായി തീർന്നു. मैं अपने विचार में देखता हूँ, ഞാൻ എന്റെ ചിന്തയിൽ ഞാൻ ഇപ്രകാരം वो കാണുകയാണ്. जो लेटर जिस पे लिखा था तू मर जाएगा, ഹല്ലേലൂയ. ആ കത്തിൽ എഴുതിയിരിക്കുന്നത്, ആ കത്തിൽ പ്രകാരമാണല്ലോ എഴുതിയിരിക്കുന്നത്, നീ മരിച്ചു പോകുമെന്നുള്ളത്. उस लेटर के ऊपर ആ കത്തിന് മുകളിൽ उसके आंसू गिरने लगे. ഹിസ്കിയാ രാജാവിന്റെ കണ്ണുനീർ വീഴുവാനിടയായി തീർന്നു. आंसू गिरते 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 കണ്ണുനീർ അതിന്റെ മുകളിൽ വീണ് വീണ് थोड़ी देर के बाद കുറച്ചു സമയത്തിന് ശേഷം जिस शाई से वो लेटर लिखा था, ഏത് മഷി കൊണ്ടാണോ ആ കത്ത് എഴുതിയിരുന്നത്, वो शाई मिटना शुरू हो गई. ആ മഷി മാഞ്ഞു वो പോകുവാനിടയായി. मिटना शुरू हो गई. ആമേൻ. ആ മഷി മാഞ്ഞു പോകും. थोड़ी देर के बाद കുറച്ചു സമയത്തിന് ശേഷം यशायाह के हाथ में जो लेटर, हिजकिय्याह के हाथ में जो लेटर था, ഹിസ്കിയാ രാജാവിന്റെ കയ്യിലിരുന്ന ആ കത്ത്, उसमें कुछ भी नहीं लिखा, അതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല. क्योंकि उसके आंसुओं ने उसको धो दिया. അതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല. അതിൽ Praise the Lord. പ്രകാരമായിരിക്കുന്നു, ഹിസ്കിയാവിന്റെ കണ്ണുനീർ അത് तेरे കഴുകി जीवन കളഞ്ഞു. की समस्याओं के सामने എന്റെ ജീവന്റെ പ്രശ്നത്തിന് മുകളിൽ अगर तू आंसू बहाने को तैयार है, കരയുവാനായി തയ്യാറെടുക്കുന്നുവെങ്കിൽ परमेश्वर ने जो कहा നിന്റെ ജീവിതത്തിൽ ദൈവം उसे भी പ്രകാരം പറയും. हटा कर रख देंगे, हटा ആമേൻ. देंगे उसे. എന്ത് പ്രശ്നമായാലും എന്റെ ദൈവം അതിനെ മാറ്റിവെക്കുവാനിടയായി തീരും. वाओ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. പ്രൈസ് ജീസസ്. കരഞ്ഞ് കരഞ്ഞ് ആ എഴുത്ത്
ഓ റബ്ബ. മാഞ്ഞു പോയി. Praise the Lord. കരഞ്ഞ് കരഞ്ഞ് നിങ്ങളുടെ കണ്ണുനീര് വീണ് നിങ്ങൾക്കെതിരെ എഴുതിയിരിക്കുന്ന ശത്രുവിന്റെ ഏത് പ്രവൃത്തിയായാലും സ്വർഗം പറയുന്നു നിങ്ങളുടെ കണ്ണുനീര് അതിനെ മായ്ച്ചു കളയുമെന്ന്. ഹല്ലേലൂയ. ആ ലെറ്ററിൽ എന്താണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്? ഇപ്പോൾ ആ ലെറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഒന്നും എഴുതിയിട്ടില്ല. ആമേൻ. കുച്ച് നഹീ ലിഖാ ഹൈ ഉസ്മേ. ഒന്നുമില്ല, ഇപ്പൊ ഖാലിയാ. ആമേൻ. അതിനകത്തൊന്നും എഴുതിയിട്ടില്ല. അവന്റെ കണ്ണുനീര് അതെല്ലാം കണ്ണുനീര് അതിനെ മാറ്റിക്കളയുവാനിടയായി. परमेश्वर ने कहा, ദൈവം എഴുതി, യെശയ്യാവേ ഈ ബ്ലാങ്ക് ലെറ്റർ എന്തിനാ നീ കൊടുത്തേ? കാലി പദ്ധതി ഖോദിയാഹെ. दोबारा जाकर लिखो. രണ്ടാമത് ചെന്ന് എഴുതുക. Granted, 15 year extended. ആമേൻ. നിന്റെ ജീവിതത്തോട് നിനക്ക് ഞാൻ 15 വർഷം. आपके आंसू परमेश्वर के डेस्टिनी को बदल देते हैं. നിശ്ചയമായി നിങ്ങളുടെ കണ്ണുനീര് ദൈവത്തിന്റെ ഉദ്ദേശത്തെ പോലും മാറ്റുവാനിടയായി തീരും. Praise the Lord. സ്തോത്രം. Praise the Lord. आपको शायद मालूम नहीं, നിങ്ങൾക്ക് ഒരുപക്ഷെ അത് അറിയില്ലെന്ന് തോന്നുന്നു. आपके आंसुओं की कीमत क्या है? നിങ്ങളുടെ കണ്ണുനീരിന്റെ വില എന്താണെന്ന്. ദൈവത്തിന്റെ എഴുത്തിനെ പോലും ഓ റബാഷ് തള്ളിക്കളയുക. ദൈവത്തിന്റെ എഴുത്തിനെ, ദൈവത്തിന്റെ ചിന്തയെ പോലും മാറ്റുവാൻ കഴിവുള്ളതാണ്, വിലയുള്ളതാണ് തിരുത്തി എഴുത്ത്. ആമേൻ. ഒരു തിരുത്തെഴുത്ത് ദൈവം ഇവിടെ നടക്കാൻ പോവാൻ തിരുത്തി എഴുത്ത് അത് ഇവിടെ സംഭവിക്കാൻ പോകുകയാണ്. आज प्रभु यहाँ पर कुछ रीराइट करने जा रहा है. ചില വ്യക്തികൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി ചിലത് തിരുത്തി എഴുതുവാൻ പോകുന്നു. आंसू बहाकर प्रभु से प्रार्थना करो. കരഞ്ഞു കരഞ്ഞു കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. Praise the Lord. Yes. Praise the Lord. Praise the Lord. ചില തിരുത്തി എഴുത്തുകൾ നടക്കാൻ പോവാ. ആമേൻ. കർത്താവിന്റെ ജീവിതത്തിൽ ചില തിരുത്തി എഴുത്തുകൾ നടക്കുവാൻ കടന്നു പോകുന്നു. ആമേൻ. डॉक्टर ने आपको कहा आपका कैंसर कभी सही नहीं होगा. നിങ്ങളുടെ ശരീരത്തിൽ ഒരുപക്ഷെ ഡോക്ടർ പ്രകാരം പറയാം നിങ്ങൾക്ക് ഇനി ക്യാൻസർ ഉണ്ടാകില്ല. डॉक्टर ने कहा आपकी पीढ़ी कभी सुधरेगी नहीं. ആ ഡോക്ടർ പ്രകാരം പറഞ്ഞിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ സന്താനങ്ങൾ രക്ഷപ്പെടുകയില്ല എന്ന്. एक ने कहा तू कर्जे से कभी बाहर नहीं निकलेगा. ലോകം ഇപ്രകാരം പറയാം നീ കടക്കണിയിൽ നിന്ന് ഒരുപക്ഷെ കരകയറുകയില്ല എന്ന്. डेस्टिनी लिख के दे दिया आपको. അത് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് പൂർത്തീകരിച്ച് എഴുതി തന്നിരിക്കുന്നു. कुछ मत करो, ഒന്നും ചെയ്യണ്ട. लेकर प्रभु के चरणों में बैठ जाओ. ആമേൻ. ആ കാര്യങ്ങളെ എടുത്ത് കർത്തൃസന്നിധിയിൽ ഒന്ന് വരുന്നാട്ടെ. आंसू गिराना शुरू करो. Praise the Lord. അതിന്റെ മുകളിൽ കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കുവാൻ തുടങ്ങി. परमेश्वर आपकी डेस्टिनी को बदल कर നിശ്ചയമായി നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്ക് എവിടെ വരെ സീമ വെച്ചിട്ടുണ്ടോ അതിനെ മാറ്റുവാൻ കർത്താവിടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. होने दे. Praise the Lord. സംഭവിക്കട്ടെ. ऐसा होने दे. സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ. परमेश्वर कुछ लोगों को छूने पाए. നിശ്ചയമായി ദൈവം നിങ്ങളെ ചിലരെ തൊടുവാൻ कुछ लोगों के जीवन में कुछ कार्य करने पाए. ജീവിതത്തിൽ സ്വർഗ്ഗത്തിൽ തമ്പുരാൻ ചില കാര്യങ്ങൾ अभी इसी घड़ी ആമേൻ. ഈ നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇപ്പോൾ ചില തിരുത്തഴുത്തലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയാണ്. विश्वास करो. ആമേൻ. നിങ്ങൾ വിശ്വസിച്ചാൽ അത് ഇപ്പോൾ സംഭവിക്കുന്നു. Praise the Lord. यीशु मसीह प्रचार कर रहे हैं. എന്റെ കർത്താവ് പ്രസംഗിക്കുകയാണ്. वचन की घोषणा कर रहे हैं. അദ്ദേഹം വചനം സംസാരിക്കുകയായിരുന്നു. लोग चमत्कार देखने आए. ലോകം പുരുഷാരം അത്ഭുതം കാണുവാനായി കടന്നു വന്നു. Praise the Lord. क्या हुआ? എന്താണ് സംഭവിച്ചത്? नीचे पढ़िए. तीसरी ആമേൻ. അതിന്റെ മൂന്നാമത് വാക്യം വായിച്ചാട്ടെ. രണ്ടാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത് വാക്യം വായിച്ചാട്ടെ. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പൂര പൊളിച്ച് തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. अभी क्या हुआ वहां पर? ആമേൻ. നിങ്ങൾക്കറിയാമോ അവിടെ എന്താണ് സംഭവിച്ചതെന്ന്? चर्च मिनिस्ट्री चल रहा है वहां. അവിടെ ഒരു പ്രവർത്തനം നടക്കുകയാണ്. सबसे बड़ा पास्टर प्रचार कर रहा है. ഏറ്റവും വലിയതായ കർത്തൃദാസൻ, ഏറ്റവും വലിയ കർത്താവിന്റെ ദാസൻ അവിടെ പ്രസംഗിക്കുകയാണ്. सबसे बड़ा प्रचारक प्रचार कर रहा है. ഏറ്റവും വലിയ പാസ്റ്റർ അവിടെ പ്രസംഗിക്കുകയാണ്. यीशु मसीह प्रचार कर रहे हैं. കർത്താവ് അവിടെ പ്രസംഗിക്കുകയാണ്. उसके बीच में कुछ हो गया. അതിന്റെ മധ്യത്തിൽ ചിലത് സംഭവിച്ചു. छत टूट गया. ആമേൻ. അവരിരുന്നതായ വീടിന്റെ മുകൾ ഭാഗം, ഛത്ത്, കോൺക്രീറ്റ്, അത് പൊട്ടുവാനിടയായി തീർന്നു. Praise the Lord. ആമേൻ. आपको क्या लगता है ये जब टूटा था, छत तोड़ रहे थे, कोई आवाज नहीं आई थी? അവിടെ ഇരുന്നതായ വ്യക്തികൾക്ക് ഈ മേൽക്കൂര പൊളിച്ചപ്പോൾ അവർ അതിന്റെ ശബ്ദം കേട്ടിട്ടില്ലായോ? वो जब प्रचार चल रहा था, मुझे लगता है 4 लोग ऊपर ठक 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 आवाज आ रहा होगा. ആമേൻ. അവിടെ കർത്താവ് വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ മേൽക്കൂരയുടെ ഭാഗം 4 പേർ ചേർന്ന് ടക് 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 എന്നുള്ള ശബ്ദത്തോടെ അതിനെ പൊളിച്ചു മാറ്റുകയായിരുന്നു. छत के बारे में लिखा है ना. മേൽക്കൂര എന്ന് എഴുതിയിരിക്കുന്നു. क्या बड़ा कमजोर होता है, उसको वैसे ही उखाड़ के अलग कर दो. അത്രമാത്രം
ബലമില്ല ദുർബലമായ ഭാഗമാണോ മേൽക്കൂര എന്ന് പറയുന്നത്? नहीं, बड़ा मजबूत होता है. ആമേൻ. അല്ല, വളരെ ആരോഗ്യമുള്ളതാണ്. उसको भी तोड़ दिया. നോക്കണമേ, ആ മേൽക്കൂര പോലും പൊളിച്ചു കളഞ്ഞു. लेकिन आप देखो, അവിടെ നോക്കണമേ, जब ये प्रचारक यीशु मसीह प्रचार कर रहे थे, ഈ പ്രചാരക് ദൈവം അവിടെ കർത്താവിന്റെ വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ प्रचार इतना आकर्षक था, അദ്ദേഹത്തിന്റെ പ്രസംഗം ഇത്രയും കർണരസമായിരുന്നു. कोई डिस्ट्रैक्शन ने उनको डिस्ट्रैक्ट नहीं किया. ആമേൻ. അവിടെ ഉണ്ടായിരുന്ന കോലാഹലങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കാനിടയായി. इवन छत खुल गया तब तक भी लोगों को पता नहीं लगा. ദൈവവചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മേൽക്കൂര പൊളിച്ചിട്ട് അതിന്റെ ശബ്ദം പോലും ആളുകൾ കേട്ടിരുന്നില്ല. Praise the Lord. Praise the Lord. वचन के बीच में कोई डिस्ट्रैक्शन मत लाओ. ആമേൻ. നിങ്ങൾ തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ, തിരുവചനം സംസാരിക്കുമ്പോൾ, തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ മധ്യഭാഗത്ത് അതിനോട് കൂടെ മറ്റൊരു കാര്യവും കൊണ്ടുവരുവാനിടയായി. कोई रुकावट उसके बीच में मत लाओ. അതിനെ തടസ്സപ്പെടുത്തുവാനൊന്നും കൊണ്ടുവരരുത്. Stay focused. ആമേൻ. Focused. തിരുവചനത്തിൽ മാത്രം ശ്രദ്ധിക്കണം. वचन की ओर ध्यान लगाओ. വചനത്തിൽ മാത്രം ശ്രദ്ധിപ്പാനിടയായി തീരണം. एक व्यक्ति नीचे उतर रहा है. അവിടുന്ന് ഒരു മേൽക്കൂര പൊളിച്ചൊരു വ്യക്തിയെ यीशु താഴേക്ക് मसीह ने भी सोचा ഇറക്കുകയാണ്. ये क्या हो गया ये. ആമേൻ. യേശുക്രിസ്തു പോലും പ്രകാരം ചിന്തിച്ചിരിക്കാം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. एक बीमार नीचे लटक रहा है खाट से. ആമേൻ. കട്ടിലിൽ ഒരു രോഗിയെ കെട്ടിയിറക്കുന്നതാണ് കാണുവാനിടയായി. आप इमेजिन कर सकते हैं? നിങ്ങൾ അതിനെ നിങ്ങളുടെ മനസ്സിന്റെ ചിത്രത്തിൽ അതൊന്ന് കാണുവാൻ സാധിക്കുമോ? आप इमेजिन नहीं कर पाएंगे ना. ആമേൻ. നിങ്ങൾ അതിനെ ഇമേജ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. चलो अभी आप सोचो. ആമേൻ. നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചാട്ടെ. अभी यहाँ पर ये छत टूट जाए ഇവിടെ ഈ മേൽക്കൂര പൊളിഞ്ഞെന്നിരിക്കട്ടെ. और रस्सी से एक व्यक्ति नीचे लटक जाए. ആമേൻ. കയറിൽ കെട്ടി ഒരു വ്യക്തിയെ താഴേക്ക് ഇറക്കിയെന്നിരിക്കട്ടെ. मुझे पक्का भरोसा है कुछ लोग तो उठकर भाग जाएंगे. എനിക്ക് ഇത്ര വിശ്വാസമുണ്ട് ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഇപ്പൊ ഓടിപ്പോകും. डर की वजह ആമേൻ. से. പേടിച്ചിട്ട് ഇവിടെയുള്ളതായ കുറച്ച് പേരെങ്കിലും ഇപ്പൊ अर्थक्वेक वगैरह तो नहीं आ गया. अर्थक्वेक छत नीचे से खुल गया. ആമേൻ. ഭൂകമ്പം ഒന്നും ഉണ്ടായില്ലേ? ഈ മേൽക്കൂര പൊട്ടിപ്പൊളിഞ്ഞ ഒരു വ്യക്തി താഴേക്ക് കയറിൽ കെട്ടി ഇറക്കുന്നു. समय बहुत आगे भाग रहे. നമ്മുടെ മുന്നിൽ സമയം മുമ്പോട്ട് കടന്നു പോവുകയാണല്ലോ. यीशु मसीह के सामने वो बीमार आ गया. ക്രിസ്തുയേശുവിന്റെ മുമ്പിൽ ആ രോഗിയെ ഇറക്കി വെക്കുവാനിടയായി തീർന്നു. उसके बाद आप देखिए वहां पर क्या हुआ. അതിനുശേഷം അതിന്റെ വചനം താഴേക്ക് നോക്കുകയാണെങ്കിൽ അഞ്ചാം വാക്യം ഒന്ന് വായിക്കാം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് യേശു ആരുടെ വിശ്വാസം കണ്ടെന്ന് എഴുതിയിരിക്കുന്നത്? അവരുടെ വിശ്വാസം കണ്ടിട്ട്. Praise the Lord. किसका विश्वास देखा? യേശു ക്രിസ്തു ആരുടെ വിശ്വാസം കണ്ടെന്നാണ് അവിടെ? उस बीमार का विश्वास देखा? ആ രോഗിയുടെ വിശ്വാസത്തെ കണ്ടാണോ? ആമേൻ. नहीं. किसका विश्वास देखा? ആരുടെ വിശ്വാസം കണ്ടാണ്? उन लोगों का जो उसे लेकर आए थे. ആമേൻ. ആ കൊണ്ടുവന്നതായ മനുഷ്യരുടെ വിശ്വാസം കണ്ടിട്ട്. मुझे नहीं मालूम आप लोगों को कौन यहाँ पर लेकर आया है. എനിക്കിതറിയില്ല നിങ്ങളെ ആരാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന്. आपका विश्वास अगर ना भी हो, നിങ്ങൾക്ക് വിശ്വാസം ഒരുപക്ഷെ ഇല്ലെങ്കിലും लेकिन मेरा प्रभु वो प्रभु है. ആമേൻ. എന്റെ ദൈവം ആ ദൈവമാകുന്നു जो आपको यहाँ आमंत्रित कर लेकर आया. നിങ്ങളെ ആരിവിടെ വിളിച്ചോണ്ട് വന്നോ ആ പുള്ളിയുടെ അദ്ദേഹത്തിന്റെ വിശ്വാസം उसके विश्वास के द्वारा आपके जीवन में काम करेगा. ഇവിടെ ദൈവം പറയുന്നത്. Praise the Praise the Lord. Lord. Praise the Lord. Hallelujah. Hallelujah. इसीलिए ആമേൻ. അതുകൊണ്ട് कल से ज्यादा लोगों को लेकर आओ. ആമേൻ. നാളെ മുതൽ ഒത്തിരിയേറെ നിങ്ങളുടെ അടുത്തുള്ളതായ ആളുകളെ കൂടി കൂട്ടിക്കൊണ്ട് बहुत सारे लोगों को लेकर आओ. ഒത്തിരി ആളുകളെ കൂട്ടിക്കൊണ്ട് വരിക. अपने मन में शंका मत डालो. നിങ്ങളുടെ മനസ്സിനൊരിക്കലും ഇല്ല എന്നുള്ള നെഗറ്റീവ് ചിന്ത കൊണ്ട് വരരുത്. उस व्यक्ति का विश्वास नहीं, प्रभु आपके विश्वास को देखना चाहता है. Praise the Lord. നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്ന ആളുകളുടെ Hallelujah. വിശ്വാസത്തെ നിങ്ങൾ आपके विश्वास को देखकर वो काम കൂട്ടിക്കൊണ്ടു करेगा. വന്നാൽ നിങ്ങളുടെ വിശ്വാസത്തെ സ്വർഗം നോക്കുവാനിടയായി തീരും. उनके विश्वास को देखा. ആമേൻ. കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ उसके बाद നോക്കുവാനിടയായി क्या തീരും. किया? ആമേൻ. അതിനുശേഷം എന്താണ് आगे എഴുതിയിരിക്കുന്നത്? पढ़िएगा. അതെ, വീണ്ടും വായിച്ചാട്ടെ. മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. विश्वास किसका देखा? ആരുടെ വിശ്വാസത്തെയാണ് കർത്താവ് നോക്കിയത്? उन 4 लोगों का. ആ 4 പേരുടെയാണ്. पर उनसे बात नहीं किया. അവരോട് കർത്താവ് സംസാരിച്ചില്ല. बात किससे किया? ആരോടാണ് കർത്താവ് സംസാരിച്ചത്? उस बीमार से. ആമേൻ. ആ രോഗിയോടാണ്. हम होते तो नाराज हो जाते. നമ്മൾ അവിടെ ഉണ്ടായിരുന്നു നിശ്ചയമായി നമുക്ക് ദേഷ്യം വന്നു. जान पड़ेंगे. ആമേൻ. ഞാൻ പിണങ്ങിപ്പോയേനെ. प्रभु आप उससे पहले बात कर रहे हैं, हमें आपने ध्यान ही नहीं दिया. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ 4 പേരാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത്. നീ ഞങ്ങളോട് സംസാരിക്കാതെ എന്തിനാ അവനോട് സംസാരിക്കുന്നു? थोड़ा सा अप्रिसिएशन हमें भी तो मिलना चाहिए ना. നമ്മളിവിടെ ആരെങ്കിലും ഒന്ന് അഭിനന്ദിക്കണമല്ലോ നിശ്ചയമായി. ऐसे ही है ना. പ്രൈസ് ദി ലോർഡ്. पास्टर साहब को आकर बोलेंगे आज मैं 2 लोगों को लेकर आया हूँ. പ്രൈസ് ദി ലോർഡ്. നമ്മളാണെങ്കിലും അങ്ങനെ പറഞ്ഞേനെ. ചർച്ചിൽ പാസ്റ്ററിനോട് ചെന്ന് പറഞ്ഞേനെ, കർത്തദാസനെ ഇന്ന് ഞാൻ 2 പേരെ കൊണ്ടുവന്നു. गवाही में थोड़ा सा समय देना. थोड़ा सा समय. ആമേൻ.
സാക്ഷ്യം പറയാൻ ഒരു അല്പസമയം കൊടുക്കണമെന്ന് പറഞ്ഞു. मैं खड़ा होकर बोलूं, मैं आज 4 लोगों को लेकर आया, है ना? എല്ലാവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് ഒരു പക്ഷെ ഇപ്രകാരം പറഞ്ഞു, उन लोगों ने ऐसा कहा भी नहीं, यीशु मसीह ने भी नहीं कहा, യേശു അങ്ങനെ പറഞ്ഞില്ല, അവിടെ ഉണ്ടായിരുന്നവരും പറഞ്ഞില്ല. लेकिन उनका विश्वास यीशु मसीह ने देखा എന്നാൽ അവിടെ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ और इस സ്വർഗ്ഗം व्यक्ति से बात നോക്കുവാനിടയായി किया, തീർന്നു. इस बीमार से बात किया. ദൈവം ആ രോഗിയോട് സംസാരിപ്പാനിടയായി क्या തീർന്നു. बोला? യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? हे पुत्र, മകനെ. one second. ആമേൻ. Who is this man? कौन है ये व्यक्ति? ഹല്ലേലൂയ. ഈ വ്യക്തി ആരാകുന്നു? यीशु मसीह कभी जानते हैं इसको? യേശു മുമ്പ് അവനെ അറിയാമോ? कभी नहीं मिले, കർത്താവ് ഒരിക്കലും അവനെ लेकिन കണ്ടുമുട്ടിയില്ല. पहली बार जब उससे बात किया, ആദ്യമായി കർത്താവ് അവനോട് സംസാരിച്ചപ്പോൾ उसने बोला, हे पुत्र, സ്വർഗത്തിലെ ദൈവം ഇപ്രകാരം അവനോട് ആ രോഗിയോട് പറയുവാനിടയായി തീർന്നു, हे पुत्री, മകനെ, हे पुत्री, മകനെ, तेरे पाप क्षमा हुए. നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. आमेन. ആമേൻ. एक डायग्नोसिस चल रहा है, डायग्नोसिस. ആമേൻ. അവിടെ ഒരു ഡയഗ്നോസ്റ്റിക് സിസ്റ്റം You ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. know, लोग इस व्यक्ति को लेकर आए थे डॉक्टर के पास. ആമേൻ. അവിടെ ഉണ്ടായിരുന്നതായ ആളുകൾ ഡോക്ടറിന്റെ അടുത്താണ് ആ വ്യക്തിയെ കൊണ്ടുവന്നത്. ये सोचकर कि ये व्यक्ति इसको ठीक कर देगा, ആമേൻ. അവിടെ ഇത് ചിന്തിച്ചാണ് അവർ കൊണ്ടുവന്നത്, നിശ്ചയമായി ഈ വ്യക്തി ഈ രോഗിയെ സൗഖ്യമാക്കും. लेकिन ये डॉक्टर तो अजीब है. എന്നാൽ ഈ ഡോക്ടർ पहले तो इसने रिश्ता बना लिया, വ്യത്യസ്തനായിരിക്കുന്നു. ആദ്യമായി അവനോട് ഒരു ബന്ധം സ്ഥാപിപ്പാനിടയായി. उसके बाद कह रहा है तेरे पाप क्षमा हो गए. അതിനുശേഷം അവനോട് പറഞ്ഞു, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. सब वहां पर डिस्टर्ब हो गए होंगे, ये क्या है? അവിടെ ഇരുന്നതായ എല്ലാ മനുഷ്യരും വ്യത്യസ്ത ചിന്തകളിലായി തീരുവാനിടയായി. ये यीशु मसीह को पता नहीं है हम क्यों लेकर आए इसको. യേശുവിന് അറിഞ്ഞുകൂടായോ ഞാൻ ആരെയാണ് अरे बीमार को चंगाई दो. ആമേൻ. അവർ പ്രകാരം ചിന്തിച്ചിരിക്കാം, യേശുവിന് അറിയില്ലയോ ഈ രോഗിയെ ये സൗഖ്യമാക്കുക. बेटा बोलने से, पाप क्षमा करने से इसकी बीमारी पे क्या फर्क पड़ेगा? ആമേൻ. ഈ കൊണ്ടുവന്നതായ രോഗിയോട് മകനെ എന്ന് വിളിച്ചതിനാലും അവന്റെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞതിനാലും ഇവന്റെ രോഗം സൗഖ്യമാകുമോ? Praise the Lord. പ്രൈസ് ദി ലോർഡ്. आप कोई शुगर के पेशेंट डॉक्टर के पास गए? ആമേൻ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഷുഗറിന്റെ പേഷ്യന്റ് ആയി നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടോ? जब डॉक्टर के पास जाते हैं, ആമേൻ. നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ डॉक्टर कुछ डायग्नोसिस करता है, ആ ഡോക്ടർ കുറച്ച് പരീക്ഷണങ്ങൾ बहुत सारे നടത്തും. टेस्ट करवाता है, टेस्ट. ഒത്തിരിയേറെ നിരീക്ഷണങ്ങൾ फिर ഡോക്ടർ पूछेगा, ചെയ്യും. എന്നിട്ട് ചോദിക്കും, आपके दादाजी को शुगर है क्या? നിങ്ങളുടെ പൂർവ്വപിതാവിന് ഷുഗർ ഉണ്ടോ? आपके मम्मी को शुगर है क्या? നിങ്ങളുടെ മാതാവിന് ഷുഗർ ഉണ്ടോ? तेरे भाई को शुगर है क्या? നിങ്ങളുടെ സഹോദരന് ഷുഗർ ഉണ്ടോ? आप बोलेंगे, अरे आप मेरा इलाज करो, आपको मेरे दादा, मेरे मम्मी, मेरे पापा से क्या मतलब है? ഒരു പക്ഷെ നമ്മൾ ഇപ്രകാരം ചിന്തിച്ചിരിക്കാം ഡോക്ടറിനോട്, ഡോക്ടറെ നിങ്ങൾ എന്നെ കുറിച്ച് സംസാരിപ്പിൻ, എന്റെ പിതാവിനോടും മാതാവിനോടും എന്റെ സഹോദരനെ കുറിച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് തിരക്കുന്നത്? डॉक्टर क्या कर रहा है? ഡോക്ടർ എന്താണ് ചെയ്യുന്നത്? वो डायग्नोस कर रहा है, അദ്ദേഹം डायग्नोस. പരീക്ഷിക്കുകയാകുന്നു. वो देख रहा है कि आपके खानदान में ये बीमारी तो नहीं है. അദ്ദേഹം ഇപ്രകാരം, ആ ഡോക്ടർ ഒരു പക്ഷെ ഇപ്രകാരം ചിന്തിച്ചിരുന്നിരിക്കാം, നിങ്ങളുടെ ഒരു പക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ क्योंकि कुछ बीमारी ना, നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്രകാരം ആരെങ്കിലും ഷുഗർ कुछ बीमारियां हेरिडिटी में आ जाती हैं, हेरिडिटी ചില में, രോഗങ്ങൾ പൈതൃകമായും ലഭിച്ചെന്നിരിക്കാം. പ്രൈസ് ദി ലോർഡ്. परिवारों में पीढ़ियों से चली आती हैं. തലമുറയായി ചില രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കാം. और यीशु मसीह ने भी इस बीमार का अच्छा डायग्नोसिस किया. ആമേൻ. യേശുവും ആ രോഗിയുടെയും രോഗത്തിന്റെയും നല്ലതുപോലെ കർത്താവ് അതിനെ ഡയഗ്നോസ് ചെയ്യുവാനിടയായി തീർന്നു. अच्छा डायग्नोसिस. കർത്താവ് വളരെ और उनको समझ में आ गया കർത്താവിന് മനസ്സിലായി कि इस बीमारी की मुख्य वजह ഈ രോഗത്തിന്റെ പ്രഥമ കാരണം क्या है, എന്താകുന്നുവെന്ന്. और वही इलाज उन्होंने कर दिया. കർത്താവ് അവിടെ സൗഖ്യത്തിന്റെ കാര്യം അവിടെ हे ചെയ്യുവാനിടയായി पुत्र, തീർന്നു. तेरे पाप क्षमा हुए. അതാണ് എന്റെ മകനെ നിന്റെ പാപം क्योंकि ക്ഷമിച്ചിരിക്കുന്നു. उसकी बीमारी का मुख्य कारण ആ രോഗിയുടേതായ രോഗത്തിന്റെ പ്രമുഖമായ കാരണം അദ്ദേഹത്തിന്റെ പാപമായിരുന്നു. उसके पाप थे. അദ്ദേഹത്തിന്റെ പാപത്തിന്റെ കാരണമായിരുന്നു അദ്ദേഹത്തിന്റെ രോഗം Praise the Lord. ഉണ്ടാവുകയുണ്ടായി. Praise the Lord. हालेलुया. Hallelujah. क्योंकि यीशु मसीह को अच्छी तरह मालूम है, എന്റെ കർത്താവിന് വളരെ നന്നായി അറിയാം, अगर मैं इसको पाप क्षमा किए बिना अगर मैं इसको चंगा कर दूं, യേശു ക്രിസ്തു ഒരു പക്ഷേ ഞാൻ ഇപ്രകാരം ചിന്തിച്ചിരിക്കാൻ, ഞാൻ അവന്റെ പാപം ക്ഷമിക്കാതെ അവനെ സൗഖ്യമാക്കിയാൽ ये ठीक होकर यहां से चला जाएगा. അവൻ സൗഖ്യമായിട്ട് തിരിഞ്ഞു പോയേക്കാം. लेकिन ये कहां जाएगा? അവൻ എവിടെ പോകും? ये सीधा नरक में जाएगा. ആമേൻ. അവൻ നേരെ നരകത്തിൽ പോകുവാനിടയായി. Praise the Lord. Praise the Lord. हालेलुया. Praise the Lord. क्योंकि चंगाई प्राप्त किया हुआ व्यक्ति नरक में जा सकता है, ആമേൻ. സൗഖ്യം പ്രാപിച്ച വ്യക്തി നരകത്തിൽ പോകുവാനിടയായി. लेकिन पाप क्षमा किया हुआ व्यक्ति चाहे बीमार हो तो भी नरक में नहीं ആമേൻ. जाएगा. പാപം ക്ഷമിച്ചവൻ അവൻ രോഗിയായിരുന്നാലും അവൻ ഒരിക്കലും നരകത്തിൽ പോവുകയില്ല. आमीन. ആമേൻ. आप क्या चाहते हैं? നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾ പാപ എന്താണ് ക്ഷമ? ചെയ്യുന്നത്? നിങ്ങൾ പാപത്തിന്റെ മോക്ഷം, या बीमारी से छुटकारा? നിങ്ങൾക്ക് രോഗത്തിൽ നിന്ന് സൗഖ്യം വേണമോ? क्या आपके लिए महत्वपूर्ण നിങ്ങൾക്ക് है? ഏതാണ് പ്രമുഖ സ്ഥാനം?
यीशु मसीह के लिए महत्वपूर्ण क्या है? യേശുവിന് എന്താണ് പ്രമുഖ സ്ഥാനം? पाप का छुटकारा। ആമേൻ, നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുന്നതാണ്. क्योंकि हमारे जीवन की हर बातों का रूट कॉज, ആമേൻ, നിങ്ങളുടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പാപത്തിന്റെയും മൂല കാരണം हमारे जीवन के पाप हैं। നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ പാപമാകുന്നുവെന്ന്. और यीशु मसीह उसी पाप को दूर करने के लिए यहाँ पर आए। ആമേൻ. ഇന്ന് കർത്താവ് ആ പാപത്തെ ക്ഷമിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മധ്യേ ഉള്ളത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. हालेलुया। ഹല്ലേലൂയ. हम प्रभु से ये प्रार्थना करें നമുക്ക് എല്ലാവർക്കും കർത്താവിനോട് ഇതുപോലെ कि वो പ്രാർത്ഥിക്കാം. हमारे पापों को क्षमा करे, കർത്താവേ, നീ ഞങ്ങളുടെ പാപത്തെ वो ക്ഷമിക്കണം. हमारे अपराधों को क्षमा करे। കർത്താവേ, നീ ഞങ്ങളുടെ അപരാധങ്ങൾ ക്ഷമിക്കണം. जब ये क्षमा प्राप्त हो जाएगी, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്ഷമ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ चंगाई ऑटोमेटिकली वहां पे आ जाएगी। നിശ്ചയമായി സൗഖ്യം അതിന്റെ പിന്നാലെ കടന്നു വരുവാനിടയായി തീരും. ആമേൻ. समझ में आ गया आपको? നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. आप पहली बात के लिए फोकस करो, നിങ്ങൾ ആദ്യമായിട്ടുള്ളതായ കാര്യത്തിൽ കൂടുതൽ दूसरी बात ശ്രദ്ധിക്കൂ. ऑटोमेटिकली वहां पर बहने രണ്ടാമത് लगेगी। കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിന് പിന്നാലെ വരുവാനിടയായി തീരും. पाप क्षमा प्राപിച്ചു കഴിഞ്ഞാൽ പാപക്ഷമ ജബ് തുമേ മിലേഗാ രോഗസൗഖ്യം തന്നെ ആയിക്കോളൂ. പ്രൈസ് ദി ലോർഡ്. ചങ്കായി പിച്ചെ ഹോത്തെ ജായേഗാ. നടക്കാതെ ആമേൻ. നിങ്ങൾക്ക് പാപക്ഷമ ലഭിച്ചാൽ നിശ്ചയമായി രോഗസൗഖ്യവും അതിന്റെ പിന്നാലെ നിങ്ങളെ തേടി വരുവാനിടയായി തീരും. यीशु मसीह ने वही वहां पर किया। എന്റെ ദൈവം അതാണ് അവിടെ ചെയ്തത്. प्रेज गॉड। പ്രൈസ് ദി ലോർഡ്. प्रियो, हमारे जीवन का मुख्य उद्देश्य എന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രമുഖമായ സ്ഥാനം सुसमाचार बन जाए। ആമേൻ, സുവിശേഷം ആയി തീരുക എന്നുള്ളതാണ്. आज ऐसे ट्रेडिशनल चर्चेस जो वचन पर फोकस करते हैं, मैं परमेश्वर का धन्यवाद करता हूं। ഇന്ന് ഒത്തിരിയേറെ ട്രഡീഷണൽ ചർച്ചസ് ദൈവത്തിന്റെ വചനത്തെ ആധികാരികമായി അവർ അതിൽ ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. ഞാൻ അതുകൊണ്ട് ദൈവനാമത്തെ സ്തുതിക്കുന്നു. सबको पसंद नहीं है, അവർ എല്ലാവർക്കും അത് ഇഷ്ടമല്ല. सब लोगों को और बहुत सारी बातें पसंद है। മറ്റുള്ളവർക്ക് ഒത്തിരിയേറെ ആളുകൾക്ക് വേറുള്ളതായ ചില കാര്യങ്ങളാണ് ഇഷ്ടം. म्यूजिक बहुत पसंद है, म्यूजिक ഒത്തിരി ആളുകൾക്ക് മ്യൂസിക് ഒത്തിരി ഭയങ്കര ഇഷ്ടമാണ്. बहुत अच्छा है म्यूजिक। स्वर्ग में म्यूजिक ही म्यूजिक है, हम सबको म्यूजिक बजाना है वहां पर। ആമേൻ, ആമേൻ. സംഗീതം വളരെ ഇഷ്ടമാണ്. സ്വർഗത്തില് സംഗീതം മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാവരും മ്യൂസിഷ്യൻ ആയി തീരണം സ്വർഗത്തിൽ. यीशु मसीह के लिए ആമേൻ. महत्वपूर्ण जो है वो हमारे लिए भी महत्वपूर्ण बन जाए। യേശുവിന് എന്താണ് പ്രമുഖ സ്ഥാനം, അത് തന്നെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുവാനിടയായി തീരും. समय आगे चला गया इसलिए मैं जल्दी से बंद कर रहा हूँ। നമ്മുടെ മുന്നിൽ സമയം ഒത്തിരി മുമ്പോട്ട് പോയല്ലോ, അതുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. जैसे यीशु कफरनहूम में आए, യേശു കഫർനഹൂമിൽ കടന്നു വന്നപ്പോൾ पहले भी आए थे, മുമ്പും കടന്നു വന്നിട്ടുണ്ട് എന്റെ കർത്താവ്. चमत्कार हुए थे, ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. लेकिन कफरनहूम के लोग थोड़े से अलग थे। ആമേൻ. കഫർനഹൂമിലുള്ളതായ ആളുകൾ ഒത്തിരി വ്യത്യസ്തരായിരുന്നു. उन्होंने चमत्कारों को प्राथमिकता दी, അവിടെയുള്ളതായ മനുഷ്യർ അത്ഭുതത്തിനും അടയാളത്തിനും ഒത്തിരി പ്രമുഖ സ്ഥാനം കൊടുക്കുവാനിടയായി തീർന്നു. അവർ വചനത്തിന് പ്രമുഖ സ്ഥാനം കൊടുക്കുവാനിടയായി തീർന്നു. इसलिए लूका की इंजिल में हम पढ़ते हैं, അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. इसीलिए यीशु मसीह ने कफरनहूम को श्राप दिया। ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ പ്രകാരം നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു കഫർനഹൂമിനെ ശപിച്ചിരിക്കുന്നതായിട്ട് उसके കാണുന്നു. बारे में लिखा है तू पाताल तक नीचे किया जाएगा। അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നീ പാതാളത്തോളം താണു പോകുമെന്ന്. आमीन। ആമേൻ. यीशु मसीह कोटाराकरा में पहले भी आए थे, ആമേൻ. കൊട്ടാരക്കര യേശു ക്രിസ്തു മുമ്പും വന്നിട്ടുണ്ട്. आज फिर आए हैं। ഇന്ന് കർത്താവ് രണ്ടാമതും വന്നു. आप उससे क्या चाहते हैं? നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു ക്രിസ്തുവിനെ आपकी കൊണ്ട്? क्या आशा है എന്റെ उससे? കർത്താവിൽ നിന്ന് നിങ്ങൾ എന്താണ് आप उसके मुंह से ആഗ്രഹിക്കുന്നത്? क्या सुनना चाहते എന്റെ हैं? കർത്താവിന്റെ വായിൽ നിന്ന് നിങ്ങൾ എന്ത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു? चमत्कार നിങ്ങൾ കർത്താവിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുന്നു, या पाप क्षमा? അതോ പാപത്തിന്റെ മുക്തിയോ? Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. एक घड़ी अपने स्थानों पर हम खड़े हो ഒരു जाएं। നിമിഷം നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ प्रभु से സന്നിധിയിൽ हम എഴുന്നേറ്റ് प्रार्थना നിൽക്കാമോ? करें। നമുക്ക് ഒരു നിമിഷം കർത്തൃസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാമോ? जैसा यीशु मसीह के वो अच्छे कथन Hallelujah. उस व्यक्ति के कानों पर पड़े, ഒരു നല്ല കഥ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അവന്റെ ചെവിയിൽ എത്തിച്ചേർന്നതുപോലെ, हे पुत्र എന്റെ മകനെ, तेरे पाप क्षमा हुए। നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. मुझे लगता है ഞാൻ ഇതുപോലെ ചിന്തിക്കുന്നു, ये सबसे अनुग्रहकारी वचन होंगे जो उसके कानों में पड़े थे। ആ വ്യക്തിയുടെ ആ രോഗിയുടെ ചെവിയിൽ ചെന്നതിൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ, അവൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യമാണ് അവന്റെ ചെവിയിൽ അവൻ കേട്ടത്. और जब वो शब्द उसके कानों में पड़े, ആമേൻ. ആ ശബ്ദം അവന്റെ ചെവിയിലെത്തിയപ്പോൾ उसके मृत शरीर में कुछ चलन शुरू हो गया। അവന്റെ നിർജീവമായിരുന്ന ശരീരത്തിൽ ചില ചലനങ്ങൾ സംഭവിക്കാനിടയായി. उसकी कमजोर नसों में कुछ
कार्य होना शुरू हो गया। ബലമില്ലാതായിരുന്ന അവന്റെ ഞരമ്പുകളിൽ ബലം വ്യാപരിപ്പാനിടയായി തീർന്നു. वो आशीष के जो वचन थे, ആ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളിൽ उसके लिए चंगाई का मार्ग उसने खोल ആമേൻ दिया। സൗഖ്യത്തിന്റെ മാർഗവും വഴിയും ആ വചനത്തിലുണ്ടായിരുന്നു. तेरे पाप क्षमा നിങ്ങളുടെ हुए। പാപങ്ങളെ സ്വർഗം പുത്ര. ക്ഷമിച്ചിരിക്കുന്നു. എന്റെ മകനെ, हे पुत्री, മകനെ, എന്റെ മകളെ, तेरे पाप क्षमा हुए। നിങ്ങളുടെ പാപങ്ങൾ സ്വർഗം एक ക്ഷമിച്ചിരിക്കുന്നു. घड़ी अपने आप को समर्पण करें, എല്ലാവരും നമ്മളെ ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാമോ? प्रभु की ओर देखें। ആമേൻ സ്വർഗത്തിലേക്ക് നോക്കിയാട്ടെ. कफरनहूम में खड़ा हुआ यीशु കഫർനഹൂമിൽ നിൽക്കുന്നതായ ക്രിസ്തു യേശു आज वो हमारे बीच में है। ഇന്ന് നമ്മുടെ മധ്യയിലുമുണ്ട്. आज यहाँ पर वो हमारे बीच ഇന്ന് में ആ उपस्थित കർത്താവ് है। നമ്മുടെ മധ്യയിലുമുണ്ട്. क्योंकि वचन कहता है വചനം ഇപ്രകാരം പറയുന്നു, 2 या 2 से अधिक രണ്ടോ മൂന്നോ പേർ उनके बीच। കർത്താവിനെ ഒരിക്കൽ കൂടി പരിചയപ്പെടുവാൻ, आप उसकी और अपनी അംഗീകരിക്കുവാൻ, दृष्टि- അനുഭവിപ്പാൻ, മഹസൂസ് ചെയ്യുവാൻ സാധിക്കുമോ? उसकी ओर अपनी दृष्टि उठाइए। കർത്താവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തിയാട്ടെ. वो आपको बुलाता है, കർത്താവ് നിങ്ങളെ നിശ്ചയമായി വിളിക്കുന്നു. कम बैक, കർത്താവ് നിങ്ങളെ വിളിക്കുന്നു, മടങ്ങി വരിക. वापस लौटाओ, കർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. प्रभु के पास वापस आ जाओ। യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങി വരിക. हर एक पाप यीशु के नाम से दूर हो जाएं। നിങ്ങളുടെ എല്ലാ പാപങ്ങളും കർത്താവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നതാണ്. चंगाइयों का मार्ग प्रशस्त हो जाए। मुंह खोलकर आराधना ഒരു कीजिए। നിമിഷം കർത്താവിനെ വായി തുറന്ന് സ്തുതിച്ചാട്ടെ. ഓ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ परमेश्वर വായി തുറന്ന് के സ്തുതിച്ചാട്ടെ. അന്യഭാഷയുള്ളവർ परमेश्वर അന്യഭാഷയുടെ के ആളുകൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. परमेश्वर के कार्य ആമേൻ. हमारे बीच में प्रकट हो। ദൈവത്തിന്റെ വലിയ കാര്യം നമ്മുടെ മധ്യ നടക്കേണ്ടതിന് पाप क्षमा के बाद चंगाई है, നിശ്ചയമായി പാപം ക്ഷമിച്ചതിന് ശേഷം എന്റെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാനിടയായി. छुटकारा है, വിടുതലുണ്ട്. അതിനുശേഷം अद्भुत है, അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ चमत्कार है। അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ बड़े बड़े നടക്കുവാനിടയായി. कार्य हमारे बीच में होंगे। ഒത്തിരിയേറെ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ മധ്യ നടക്കുവാനിടയായി. विश्वास के साथ വിശ്വസിച്ചുകൊണ്ട് നിന്ന് उसके हजूरी में हम समर्पण करें। വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. Praise God। ക്ഷമിച്ചിരിക്കുന്നു. प्रार्थना करें। പ്രാർത്ഥിക്കാം. अनुग्रहकारी पिता, സ്വർഗത്തിലെ നല്ല ദൈവമേ, आज रात हम तेरे चरणों में सिर झुकाते हैं। ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിന്റെ പാദാന്തികെ ശിരസ് കുനിക്കുകയാണ്. प्रभु, आपके लिए सुसमाचार सबसे प्राथमिकता थी। സ്വർഗത്തിലെ ദൈവമേ, സുവിശേഷം പങ്കുവയ്ക്കുന്നത്, സുവിശേഷം പറയുന്നത് നിനക്ക് പ്രഥമമായ കാര്യമാണല്ലോ കർത്താവേ. चमत्कारों से बढ़कर आप चाहते थे कि हम कर्तावे, स्वर्ग राज्य के हिस्से बन जाएं। കർത്താവേ, അത്ഭുതങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങൾ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുന്നതാണല്ലോ നിനക്ക് ഇഷ്ടം. प्रभु, आज जितने प्रियजन यहाँ पर सिर झुकाए हैं, കർത്താവേ, ഇന്ന് ഇത്രയും ആളുകൾ കർത്താവിന്റെ സന്നിധിയിൽ ശിരസ് കുനിച്ചിരിക്കുകയാണ്. प्रभु, मैं हर एक के लिए प्रार्थना करता കർത്താവേ, ഇവിടെ हूँ। ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. प्रभु, സ്വർഗത്തിലെ ദൈവമേ, तेरी मधुर वाणी സ്വർഗീയ പിതാവേ, അങ്ങയുടെ മധുര ശബ്ദം हमारे कानों में गूंजने കർത്താവേ, लगे। ഈ പ്രിയമുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് अब ഇറങ്ങി वो ചെല്ലട്ടെ. बोझ हमारे ऊपर से उतार കർത്താവേ, दे। അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ഭാരങ്ങളെ കർത്താവ് മാറ്റിയാട്ടെ. एक चंगाई का मार्ग प्रशस्त। കർത്താവേ, ഒരു അനുഗ്രഹത്തിന്റെ, ഒരു സൗഖ്യത്തിന്റെ മാർഗം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു आज कुछ ചെല്ലട്ടെ. लोग चंगे होकर यहाँ से സ്വർഗത്തിലെ वापस जाएं। ദൈവമേ, ഇന്ന് ചിലർ സൗഖ്യമായി ഇവിടെ നിന്ന് മടങ്ങുവാനിടയാകട്ടെ. छुटकारा पाकर यहाँ से കർത്താവേ, वापस വിടുതൽ जाएं। പ്രാപിച്ച് ചിലർ ഇവിടെ നിന്ന് क्योंकि ये മടങ്ങുവാനിടയാകട്ടെ. आपका वचन है प्रभु। കർത്താവേ, ഇത് അങ്ങയുടെ വചനമാകുന്നു. ये हमारी किसी की सामर्थ नहीं, കർത്താവേ, ഇത് ഞങ്ങളുടെ ആരുടെയും സാമർത്ഥ്യമല്ല. हमारे किसी का बल नहीं, കർത്താവേ, ഇത് ഞങ്ങളുടെ ആരുടെയും ബലമല്ല. लेकिन तेरे अनुग्रहकारी കർത്താവേ, वचन है ഇത് पिता। നിന്റെ നിത്യ വചനമാണല്ലോ. और उन वचनों को मैं तेरे नाम से खोलता കർത്താവേ, हूँ। അങ്ങയുടെ വചനത്തെ അങ്ങയുടെ നാമത്തിൽ ഞാൻ തുറന്നു വിടുന്നു. चंगाई की आत्मा को मैं रिलीज करता हूँ पिता। കർത്താവേ, സൗഖ്യത്തിന്റെ ആത്മാവിനെ ഇവരുടെ മധ്യത്തിലേക്ക് ഞാൻ പ്രാർത്ഥിച്ചയക്കുകയാണ്. സ്വർഗ്ഗത്തിലെ आप ദൈവമേ, अपने अनुग्रह को बढ़ाएं। സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ അനുഗ്രഹം ഇവരുടെ മുകളിൽ इन വർഷിപ്പിച്ചാട്ടെ. प्रियजनों पर अपने अनुग्रह കർത്താവേ, को ഈ बढ़ाइए खुदा। പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ ഇവരെ അനുഗ്രഹിച്ചാട്ടെ. इन 7 दिनों में तेरे കർത്താവേ, चमत्कार प्रकट ഈ हो जाए 7 खुदा। ദിവസത്തിലും അങ്ങയുടെ അത്ഭുത പ്രവൃത്തിയുടെ മധ്യത്തിൽ നടക്കുവാനിടയാകണം. हम में से प्रत्येक को तैयार कर। കർത്താവേ, ഇതിൽ ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും നീ അതിനു വേണ്ടി आज സഹായിക്കണമേ. रात जब हम अपने बिस्तरों पर जाएं, കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളുടെ കിടക്കമേൽ പോകുമ്പോൾ तेरे ये शब्द हमारे कानों में കർത്താവിന്റെ गूंजने ശബ്ദം लगे। ഞങ്ങളുടെ ചെവികളിൽ ശബ്ദമായി കേൾപ്പാൻ तेरी मधुर वाणी ഇടയാകണമേ. हमें सुनने അങ്ങയുടെ पाए। മധുര ശബ്ദം ഞങ്ങൾ കേൾപ്പാൻ ഇടയാകണമേ. यीशु मसीह के नाम से യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. आमीन। ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. हाथ उठाकर परमेश्वर को Hallelujah. धन्यवाद കൈ कीजिए। ഉയർത്തി കർത്താവിന്റെ നാമത്തെ കൈ ഉയർത്തി മഹത്വപ്പെടുത്തിയാട്ടെ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ നാമത്തെ കൈ ഉയർത്തി മഹത്വപ്പെടുത്തിയാട്ടെ. Hallelujah. 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 तुरंत दൈവത്തെ സ്തുതിക്കാം. खोलकर प्रभु का स्तुति करें. Praise the Lord. Hallelujah. Hallelujah. इस पहली रात में ഇന്ന് ആദ്യരാത്രിയിൽ परमेश्वर ने हमसे बात किया, इसके लिए हम परमेश्वर का സ്വർഗ്ഗത്തിലെ धन्यवाद ദൈവം करें। നമ്മോട് സംസാരിച്ചത് കൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. Praise the Lord. Praise the Lord. मैं परमेश्वर का धन्यवाद करता ഞാൻ हूँ ദൈവത്തിന് നന്ദി പറയുന്നു. और विशेष प्रभु के दास लोगों का धन्यवाद ഇവിടെ करता हूँ ആയിരിക്കുന്ന കർത്തദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. कि उन्होंने मुझे यहाँ आमंत्रित किया। എന്നാൽ അവരെന്നെ കർത്താമത്തിൽ ഇവിടെ ക്ഷണിപ്പാൻ परमेश्वर ഇടയായിരുന്നു. यहाँ की हर सेवा को आशीष दे, आप सबको अनुग्रह करे।
ഇവിടെയുള്ള എല്ലാ വേലയെയും കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് ആശീർവദിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. Praise the Lord. Amen. നീതിമാനുമായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൺവെൻഷൻ നിശ്ചയിക്കുകയും സാറിൻ്റെയും കുടുംബത്തെ അതിനായിട്ട് ഒരുക്കിയതിനായിട്ട് നന്ദിയുടെ സ്തോത്രം. നിശ്ചയിച്ചിരിക്കാതെ തന്നെ കർത്താവ് ഈ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ഇങ്ങനെ ഒരു വലിയൊരു കൂട്ടം കൂടി ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം അതിയായി അങ്ങ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാനും ദൈവം ഇടയാക്കിയ കൃപയോർത്ത് സ്തോത്രം. അനേകരെ ദൈവം വിടുവിച്ചതിനായിട്ട് സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കിയതിനായിട്ട് സ്തോത്രം. തക്ക സമയത്ത് ദൈവമക്കളെ ഇവിടെ അയച്ചതിനായിട്ട് സ്തോത്രം. അങ്ങനെ വിവിധ തരത്തിൽ ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം. ദേശമായും രാജ്യവുമായി മാത്രമല്ല ലോകം അറിയപ്പെടുന്ന വിധത്തിൽ തന്നെ ഈ ആരാധന കർത്താവെ ഇങ്ങനെ കമ്മീഷൻ നടന്നല്ലോ, അത് എല്ലാം മുഴങ്ങിക്കൊണ്ടിരിക്കാൻ തക്കവണ്ണം ഇന്ന് വചനം സംസാരിച്ച അങ്ങയുടെ മക്കളെ കർത്താവെ കയ്യിലെടുത്തതിനായി സ്തോത്രം. കേട്ടവരെ അവിടെ നിന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവെ പാപികളെ മാനസാന്തരപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. അങ്ങനെ കർത്താവെ പട്ടണങ്ങളെല്ലാം ഇളകുവാൻ തക്കവണ്ണം ലോകമറിയാൻ സാധിച്ചതിയായി സന്തോഷിക്കുന്നു. ഈ കൂട്ടായ്മ കൊണ്ട് ഈ കർത്താവെ ഈ കൺവെൻഷൻ തീരുമ്പോൾ ലോകത്ത് ഒരു കിരീട ഉറപ്പിച്ചുകൊണ്ട് തന്നെ അതിയായി സന്തോഷത്തോടുകൂടെ നടക്കുവാൻ ദൈവം സഹായിച്ച കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. കാര്യം പറയാൻ എൻ്റെ രോഗം എന്താണെന്നും എന്ത് വിഷയമാണെന്നും അറിഞ്ഞില്ല. ദേവദാസൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കേട്ടു, മാറ്റി എഴുതി എന്ന്. കണ്ണുനീര് അതിൻ്റെ അകത്ത് വീണ് അത് ഹല്ലേലൂയ, അങ്ങനെ ഒരു രോഗം ഇല്ല എന്ന് തന്നെ പറഞ്ഞു. സ്വതം. 2, ഒറ്റ കാര്യം പറയാം. ഇവിടെ ആദ്യം തുടങ്ങാൻ ഇരുന്ന മെസ്സേജ് മർക്കോസ് ആയിരുന്നു. അത് വായിച്ച് കേട്ടിട്ട് അത് തന്നെ ദൈവദാസൻ രാജസ്ഥാനിൽ നിന്ന് വന്ന ദൈവദാസന് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞുതരാം, വലിയ വെളിപ്പാടോടുകൂടിയ ദൈവദാസൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ലോകശാന്തി. ഇന്ന് രോഗത്തിന്റെ ഏതെങ്കിലും രോഗമായിട്ട് ഇവിടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ വീര്യപ്രവൃത്തിയുടെ അനുഭവിക്കാൻ സാധിക്കും. നാളെ മീറ്റിങ്ങിന് കടന്നു വരാൻ സ്വത്രം. ഇന്ന് വാതുക്കൽ പോലും ഇടമില്ലാതെ കടന്നു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാതുക്കൽ പോലും, എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? വാതുക്കൽ പോലും ഇടമില്ലാതെ ഹല്ലേലൂയ നിറഞ്ഞ് കവിയുമെന്ന് പറഞ്ഞ ഈ മീറ്റിങ്ങിന്റെ തുടക്കമെങ്കിൽ വാതുക്കൽ പോലും ഇടമില്ലാതെ ഹല്ലേലൂയ ഇവിടെയും താഴെയും എല്ലാം നിറഞ്ഞ് കവിയുന്ന ഒരനുഭവം തന്നെ വന്നിരിക്കും. വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് ശ്രദ്ധിക്കുക. കർത്താവേ, ദൈവദാസന് വേണ്ടി നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൈയുയർത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവദാസൻ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ വചനം തന്ന ദൈവദാസൻ ഒരു നിമിഷം എല്ലാവരും കൈയുയർത്തി പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ദൈവദാസൻ ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോകുവാൻ എല്ലാവരും ശക്തമായിട്ട് കൈയുയർത്തി പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം. കർത്താവേ, തന്റെ ദൈവദാസന് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി തന്ന വചനത്തിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവദാസനെയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കെല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ. തുടർന്ന് ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാ ദേവദാസന്മാർക്കും ഡേവിഡ് സിറ്റി മിനിസ്ട്രിയുടെ പേരിലുള്ളതായി നന്ദി അറിയിക്കുന്നു. വിശേഷം ഇന്ന് രാത്രിക്കല്ല ദൈവം അറിയിച്ചതായ രാജ്കുമാർ പാസ്റ്ററും ട്രാൻസ്ലേറ്റ് ചെയ്തതായ കർത്തദാസുള്ള നന്ദി അറിയിക്കുന്നു. കടന്ന എല്ലാ ദൈവമക്കളോടുള്ളതായി നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന പാസ്റ്റേഴ്സ് ഉണ്ട്, അവർക്കെല്ലാവർക്കുമായി നന്ദി അറിയിക്കുന്നു. സന്തോഷത്തോടെ നമുക്ക് പിരിയാം. ആർക്കെങ്കിലും പ്രതിയാൽ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുക. അഭിഷിക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നാളെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ബലത്തോടെ പകലും വൈകിട്ടും കടന്നു വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.